തൃശൂർ പോട്ട ഫെഡറൽ ബാങ്കിന്റെ ശാഖയിൽ കവർച്ച നടത്തിയ മോഷ്ടാവ് പിടിയിലായിരിക്കുകയാണ്. പ്രതി മലയാളി തന്നെയാണെന്നാണ് പോലീസ് പറയുന്നത്. വിവരങ്ങളുമായി തൃശൂരിൽ നിന്നും അനീഷ് ആന്റണി ചേരുന്നുണ്ട്. അനീഷ്, എവിടെ വെച്ചാണ് ഈ പ്രതിയെ പിടികൂടാനായത്? പ്രതിയെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? മറ്റു വിശദാംശങ്ങൾ എന്തെല്ലാമാണ്? പ്രതി അല്പം മുമ്പാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കയ്യിൽ പിടിയിലായത്. പ്രതി പോട്ട സ്വദേശി തന്നെയാണ്. പോട്ട ആശാരിക്കാട് സ്വദേശിയാണ് പ്രതിയുടെ പേര് റിജോ എന്നാണ്. ഇദ്ദേഹത്തിന്റെ ആശാരിക്കാടുള്ള വീട്ടിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. ഇയാൾക്ക് ബാധ്യത ഉണ്ടായിരുന്നു. കടം വീട്ടാനാണ് കൊള്ളയടിച്ചതെന്നാണ് പ്രതി പോലീസിനോട് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും നിലവിലിപ്പോൾ ഇയാൾ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിലുണ്ട്. ഇയാളെ ഇനി കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമേ കൂടുതൽ കാര്യങ്ങളെ കുറിച്ച് വ്യക്തമാകൂ. നിലവിൽ കൊള്ളയടിച്ച 15 ലക്ഷം രൂപയിൽ നിന്നും 10 ലക്ഷം രൂപ വീട്ടിൽ നിന്നും കണ്ടെടുത്തെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ബാക്കി പണം എന്ത് ചെയ്തു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനി പോലീസാണ് വിശദീകരിക്കേണ്ടത്. CCTV ദൃശ്യങ്ങളും വാഹനത്തിന്റെ ഡീറ്റെയിൽസും എല്ലാം പിന്തുടർന്ന് പോയപ്പോഴാണ് പ്രതിയെ പിടികൂടാനായതെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന പ്രാഥമിക വിവരം. ഇനി ഈ കൊള്ളയിൽ ഈ റിജോയ്ക്ക് കൂടാതെ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം പോലീസ് അന്വേഷിക്കും. അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളെല്ലാം പോലീസ് ആരായും അതിന് ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അതിനു മുൻപ് ഇയാളെ ചോദ്യം ചെയ്ത് അറസ്റ്റ് രേഖപ്പെടുത്തേണ്ടതുണ്ട്. നിയമ നടപടികൾ നിരവധി പൂർത്തിയാക്കേണ്ടതുണ്ട്. എന്തായാലും നിലവിലിപ്പോൾ ഇയാൾ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിലുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കൊള്ളയടിച്ച 15 ലക്ഷം രൂപയിൽ നിന്നും 10 ലക്ഷം രൂപ ഇയാളുടെ വീട്ടിൽ നിന്നും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. പ്രതി പോട്ട ആശാരിക്കാട് സ്വദേശിയായിട്ടുള്ള റിജോ എന്ന് പറയുന്ന ആളാണ് ഇപ്പോൾ പോലീസിന്റെ പിടിയിലായിട്ടുള്ളത്. അനീഷ്, നിലവിൽ ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. അയാളെ കസ്റ്റഡിയിൽ എടുക്കുക മാത്രമാണോ ചെയ്തിരിക്കുന്നത്? അതോ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് ചോദ്യം ചെയ്യാൻ ആരംഭിച്ചിട്ടുണ്ടോ? നിയമ നടപടികളിലേക്ക് പോലീസ് കടക്കാൻ ഒരുങ്ങിയിട്ടുണ്ടോ? നിലവിൽ നിയമ നടപടിയിലേക്ക് പോലീസ് കടക്കും. അല്പസമയത്തിനകം അതെല്ലാം കടക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിലവിൽ ഇപ്പോൾ പിടിയിലായിട്ടേ ഉള്ളൂ. അത് പോട്ട ആശാരിപ്പാറയിലെ വീട്ടിൽ നിന്നാണ് ഇയാളെ പിടികൂടിയിട്ടുള്ളത്. എന്തായാലും പോലീസ് ഇനി ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള നടപടികളുണ്ട്. അതിനുശേഷം മാത്രമേ മറ്റ് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് കടക്കൂ. ചോദ്യം ചെയ്യേണ്ടതുണ്ട്. കാരണം 10 ലക്ഷം രൂപ മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. 5 ലക്ഷം രൂപ എന്ത് ചെയ്തും ഏറ്റവും പ്രധാനപ്പെട്ടത് ഇയാളെ സഹായിക്കാനായി മറ്റാരെങ്കിലും ഇയാൾക്കൊപ്പം പ്രവർത്തിച്ചോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ട്. അതേക്കുറിച്ചെല്ലാം ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയ ശേഷം അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തുമെന്നാണ് ലഭിക്കുന്ന വിവരം. അതിനുശേഷം തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടികളുണ്ട്. എന്തായാലും പോലീസിന്റെ ഭാഗത്തു നിന്നും വലിയൊരു വിജയം തന്നെ എന്ന് വേണം പറയാൻ. കാരണം മോഷണം നടന്ന് ഈ 48 മണിക്കൂർ പിന്നിട്ടപ്പോഴേക്കും പ്രതിയെ പിടികൂടാനായി. പോലീസിന്റെ നിഗമനങ്ങളൊന്നും തെറ്റിയില്ല. കാരണം പ്രതി ആ ബാങ്കുമായി പരിചയമുള്ള ആൾ എന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. പ്രതി മലയാളിയാണെന്നുള്ള നിഗമനത്തിൽ പോലീസ് കഴിഞ്ഞ ദിവസം തന്നെ എത്തിയിരുന്നു. പ്രതി ഈ പറയുന്ന ഈ പോട്ട പ്രദേശം വിട്ട് പോയിട്ടില്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. അതെല്ലാം സാധൂകരിക്കുന്നതാണ് ഇപ്പോൾ പ്രതിയുടെ വീടും എല്ലാം കണക്കിലെടുത്ത് വെച്ചാൽ അതെല്ലാം പോലീസിന്റെ നിഗമനങ്ങൾ ഒന്നും തെറ്റിയില്ല എന്ന് വേണം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. കാരണം പ്രതി പോട്ട സ്വദേശി തന്നെയാണ്. ഈ ബാങ്കിന്റെ സമീപത്തുള്ള സ്ഥലം തന്നെയാണ് ഈ പ്രതിയെ പിടികൂടിയ സ്ഥലം. ആശാരിപ്പാറ എന്ന് പറയുന്ന സ്ഥലം. അവിടുത്തെ വീട്ടിൽ നിന്നാണ് പ്രതി പിടിയിലായിട്ടുള്ളത്. പ്രതിയുടെ കയ്യിൽ നിന്നും 10 ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ട്. ബാക്കി ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇനി സമയം അടുത്ത മണിക്കൂറുകൾ കാത്തിരിക്കേണ്ടി വരും. പ്രതിയെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. പോലീസ് തന്നെയാണ് ഇനി കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്തേണ്ടത്. എന്തായാലും നിലവിലിപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കയ്യിൽ പ്രതി പിടിയിലായിരിക്കുന്നു. 10 ലക്ഷം രൂപയും മോഷ്ടിച്ച പണത്തിൽ നിന്ന് 10 ലക്ഷം രൂപയും പോലീസ് കണ്ടെടുത്തു എന്ന് വേണം നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ. ശരി അനീഷ്, തൃശൂർ ചാലക്കുടി പോട്ടയിലെ ഫെഡറൽ ബാങ്കിന്റെ ശാഖയിൽ നിന്ന് 15 ലക്ഷം രൂപ കവർന്ന മോഷ്ടാവ് പിടിയിലായിരിക്കുകയാണ്. ആശാരിപ്പാറ സ്വദേശി ആണ് പിടികൂടിയിരിക്കുന്നത്. അയാളെ വീട്ടിൽ നിന്നാണ് ഇയാളെ പിടികൂടിയിരിക്കുന്നത്. മറ്റ് നിയമ നടപടികളിലേക്ക് പോലീസ് കടക്കാനിരിക്കുന്നതേയുള്ളൂ. കസ്റ്റഡിയിലെടുക്കുകയും അതുപോലെ തന്നെ ചോദ്യം ചെയ്ത് അറസ്റ്റ് രേഖപ്പെടുത്തുന്നതടക്കമുള്ള നിയമ നടപടികളിലേക്ക് കടക്കേണ്ടതുണ്ട്. നിലവിൽ ഇയാളുടെ കൈകളിൽ നിന്ന് കണ്ടെത്താനായിരിക്കുന്നത് 10 ലക്ഷം രൂപ മാത്രമാണ്. ബാക്കിയുള്ള 5 ലക്ഷം രൂപ എന്ത് ചെയ്തു? അതുപോലെ തന്നെ ഈ മോഷണം ആസൂത്രണം ചെയ്യുന്നതിൽ ഇയാൾ മറ്റാരുടെയെങ്കിലും സഹായം തേടിയിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഇയാൾക്കൊരു സഹായി അല്ലെങ്കിൽ ഈ കുറ്റകൃത്യത്തിൽ മറ്റൊരാൾക്ക് കൂടി പങ്കുണ്ടോ എന്നുള്ളൊരു സാധ്യത കൂടി പോലീസ് അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും മോഷണം നടന്ന 48 മണിക്കൂറിനുള്ളിൽ പ്രതിയെ പിടികൂടിയിരിക്കുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു തൃശൂരിൽ നിന്നും അനീഷ് ആന്റണി.